ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം ദിവസമാണ്. ഓണമായിട്ട് പിന്നെ അത്തം കറുത്ത ഓണം വെളുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പ്രാവശ്യം അത്തം വെളുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതാ നമ്മുടെ ഓണം കറുത്തിരിക്കുകയാണ്. നല്ല മഴയാണ്, രാവിലെ തന്നെ മഴയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഇപ്പോൾ ചെറിയൊരു മഴ മാറ്റമുണ്ട്, പക്ഷേ നല്ല രസമുണ്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ഓണമാണ്. നമ്മുടെ ഓണം ഡേ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് നേരം ഞാൻ എന്നിട്ട് ബ്രഷൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓണ ദിവസം എങ്ങനെയാണെന്നുള്ളത് ഒരു 2-3 വർഷമായിട്ട്, കഴിഞ്ഞ വർഷം വ്യത്യാസമായിരുന്നു, കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ കസിൻ്റെ കല്യാണമായിരുന്നു ഓണത്തിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു വേറൊരു കല്യാണത്തിന് പോക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഓണം ഈ ഓണം ഏകദേശം സെയിം തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണ ദിവസം എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്, എല്ലാവരും ഓരോരോ പരിപാടികളൊക്കെ ഇട്ടകത്തോട് നടപ്പുണ്ട്. മേലെ ഇതെൻ്റെ മമ്മിയുടെ പുതിയ ചെടിയാണ്. പുതിയ ചെടിയല്ല, ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചട്ടിയിലേക്ക് മാറ്റിയപ്പോൾ പുതിയതായി. അപ്പോൾ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് അത്തപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഞാൻ ചേട്ടാനെ വിട്ടിട്ടുണ്ട് കേട്ടോ. അത്തപ്പൂവും മുല്ലപ്പൂവും വാങ്ങിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ അത്തം തൊട്ട് എല്ലാ ദിവസവും അത്തപ്പൂക്കൾ ഇട്ടായിരുന്നു കേട്ടോ. അത്തപ്പൂക്കളൊന്നും പറയാനില്ല, എന്നാലും അതിനാ ചെറുതായിട്ട് നമ്മൾ എല്ലാ ദിവസവും, കാരണം ഇവനുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ എളുപ്പമല്ല. അപ്പോൾ ചില പൂക്കളും ഇനിയിപ്പോൾ അവിട്ടത്തിനും ചതയത്തിനൊക്കെ ഒരു പൂക്കൾ അങ്ങനെയൊക്കെ വെച്ച് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവിട്ടത്തിനോട് ചതയത്തിനോട് വരും. ഓണമായിട്ട് രാവിലെ ഒന്ന് ചളയടിക്കാനേ. അപ്പോൾ അന്നേരം ഇന്നലെ ഇട്ടിരുന്ന പൂക്കളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ പൂക്കളം. ഇതിപ്പം പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ തൈലിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഏകദേശം ഒരു ധാരണയിലൊക്കെയാണ് നമ്മൾ അത്തപ്പൂട്ടത്. അതുകൊണ്ടാണ് ഇത് ഇന്നലത്തെ ആയതുകൊണ്ട് ഇച്ചിരി വാടി. ഇനി നമുക്ക് അകത്തെന്താണെന്ന് നടക്കുന്നത് നോക്കാം. രാവിലെ തന്നെ പ്രാർത്ഥനക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഫസ്റ്റ് ഓണം ആട്ടോ ഇപ്രാവശ്യം. മമ്മിതേ അവൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അടുക്കളയിലെത്തിയിട്ടുണ്ട്. ഒരു നാണയിൽ മമ്മിയിട്ട് വെച്ചിരിക്കുന്ന ചായ കുടിക്കാം. ബാക്ക്ഗ്രൗണ്ടിലുള്ള ശബ്ദം ഡാഡി മോനും കൂടെ കളിക്കുന്ന കേട്ടോ, ആരും പേടിക്കണ്ട, ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ രാവിലെ രണ്ടും കൂടെ കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മമ്മിയിട്ട് വെച്ചിരിക്കുന്ന ചായ കുടിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഓണം ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതേ മമ്മി ഇന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ ഒരുങ്ങാനുള്ള പുതിയ സാരി, മമ്മിയുടെ പുതിയ സാരി എങ്ങനെയുണ്ട് സാരി? പുതിയ ട്രെൻഡിനനുസരിച്ച് ചക്കത്ത് സാരിയാണ് എടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യം. മമ്മി ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അത് എന്താണ് മമ്മി, അതിനെപ്പറ്റി പറയൂ. പഴം വരട്ടിയത്. അതായത് ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ണിമധുരം കൊടുക്കാന്ന് വെച്ചിട്ട് മമ്മി ഉണ്ടാക്കിയതാണ്. ഉണ്ണിക്കുട്ടനെ ഞാൻ കാണിച്ചത് ഇതാണ് ആ പറഞ്ഞ ഉണ്ണിക്കുട്ടൻ. ഈ ഉണ്ണിക്കുട്ടൻ ഇത് ഒരു സാധനം ഇപ്പൊ തിന്നില്ല. പട്ടിണിക്ക് ഇടുകയാണെങ്കിൽ അവൻ അത് ഏറ്റവും സന്തോഷം. അത് തന്നെ, പാല് മാത്രം കുടിക്കും. ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണെങ്കിൽ അവൻ ഓക്കെ. വേറെ ഒരു സാധനം അവൻ ആവശ്യമില്ല കേട്ടോ. ഒരു സാധനം ഒന്നും കൊടുക്കാണ്ടിരുന്നിട്ട് വല്ല പറമ്പിക്കൂടെയോ മുറ്റത്തൂടെയോ ഒക്കെ ഇറക്കി വിടുകയാണെങ്കിൽ അവൻ ഓണോ ഇപ്പം തന്നെ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് കൈ കാണിക്കുന്നത്. ഭയങ്കര സാധനമാണ്. അപ്പം ഉണ്ണിമധുരം ഇവൻ കഴിച്ചില്ലെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ നമ്മുടെ പായസമൊക്കെ ആയിട്ട് ഹയൻ വന്നിട്ടുണ്ട് കേട്ടോ. അവർ CLC-ക്കാരെ പള്ളിയിൽ നിന്ന് പായസം വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓർഡർ എടുത്ത് അത് കൊണ്ടുവന്നു. അപ്പോൾ ഒപ്പം തന്നെ ചേട്ടായിനെ പൂ മേടിക്കാൻ വിട്ടെങ്കിലും ഡെഡയാണ് പൂ കൊണ്ടുവന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത്തപ്പൂക്കളത്തിൻ്റെ പണി തുടങ്ങി കേട്ടോ. ഞാനും ഉണ്ട്. അപ്പോൾ ആ സമയപ്പോഴത്തേക്ക് അവനും ഉറങ്ങി. അപ്പോൾ തന്നെ പെട്ടെന്ന് ഇട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇട്ട് തുടങ്ങി. കുറച്ചായപ്പോഴത്തേക്ക് ചേട്ടായി ഇഞ്ചി കൂടുന്ന എല്ലാവരും എത്തി. അപ്പോഴത്തേക്ക് അവനും എഴുന്നേറ്റു. പിന്നെ എല്ലാം ഷടപടിയെന്നായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വലിയ ഡിസൈനൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല ഈ പ്രാവശ്യം. കാരണം നമ്മൾ ഓൾറെഡി മമ്മിയുടെ വീട്ടിലേക്ക് നമുക്ക് പോകണമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് പക്ഷേ വലിയ സെറ്റപ്പൊന്നും ആയില്ല. എന്നാലും ഉള്ളത് വെച്ചൊക്കെ നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാനിത് അവനെ കുളിപ്പിച്ച് റെഡിയാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. അങ്ങനെ അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് മമ്മിയുടെ കൊടുത്തിട്ട് ഞാൻ പോയി കേട്ടോ. എന്നിട്ട് അതേ ഞാൻ റെഡിയായി തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതാണ് കുറേ നാളായി മമ്മി ഹീറോ. ഇതേ ഞങ്ങളുടെ മെയിൻ തലയിലൊരു ഗ്ലാസ് സുട്ടപ്പൻ മുണ്ടൊക്കെ എടുത്തു. സുട്ടപ്പൻ്റെ ഫസ്റ്റ് ഓണം. ഇവിടെ നോക്കൂ സുട്ടോ. ഹായ് പറ. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് നേരെ വണ്ടി കയറി മമ്മിയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എല്ലാവരും ഞങ്ങളെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്കിൾ ഗേറ്റ് അടയ്ക്കുമെന്ന് പറഞ്ഞു ഇനി താമസിച്ച, കാരണം ഞങ്ങൾ നല്ല ലേറ്റായി വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്ഷീണമോ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെല്ലുന്നത് തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര രസമായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ഓണത്തിൻ്റെ സമയത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പക്ഷേ ആൻമോൾ മാത്രം നമ്മുടെ കൂടി ഇല്ല. അവൾ ബാംഗ്ലൂർ തന്നെയാണ്, അവൾക്ക് ലീവില്ല. അപ്പോഴാണ് മമ്മിക്ക് തിരുവാതിര കളിക്കണമെന്നൊരു ആഗ്രഹം വന്നത്. പിന്നെ ഞങ്ങളുടെ തിരുവാതിര കളിയാണ് കേട്ടോ. അത് കാണേണ്ട ഒരു കളി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കളിക്കുമ്പോൾ അങ്കിളിന് ഭയങ്കര ആഗ്രഹം കളിക്കാൻ വരണം. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ ഇത്രക്ക് പോപ്പുലറായെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി.
അങ്കിളാണെങ്കിൽ ഭയങ്കര ആവേശത്തിൽ ഡാൻസ് പഠിച്ചോണ്ടിരിക്കാൻ, മമ്മി ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. അങ്കിളാണെങ്കിൽ വൻ ഡാൻസിങ് ആണ് കേട്ടോ. പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തി കേട്ടോ. സമയം അങ്കിൾ പറയും, അങ്കിൾ പറയും സമയത്തായത് പറയെങ്കിൽ 11:38. ശരിക്കും ഇപ്പൊ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോറിനാ പോകുള്ളൂ. ഏറ്റവും ലേറ്റ് ആയിട്ട് കേരളത്തിൽ സദ്യ ഉണ്ട് നടക്കാം. സുട്ടുന്റെ കുഞ്ഞില ഞങ്ങളിത് സദ്യ ഉണ്ടാണ്ടിരുന്നു കേട്ടോ. 3:30 എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ സദ്യക്ക് ഉണ്ടുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ ആൻറ്റിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം അറിയുന്നതുകൊണ്ട് ആൻറ്റി ചിക്കൻ ഫ്രൈ ഒക്കെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയാണ് ഞങ്ങൾ ഓണസദ്യ കഴിക്കുന്നത്. പായസം പിന്നെ നമ്മുടെ CLC-ക്കാരുടെ പായസം ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ പായസം വേറെ മേടിച്ചില്ല, പക്ഷെ പായസം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് ഞാനിത് അടുത്ത പ്ലാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി തൃശ്ശൂർ വടക്കുന്നാഥിൽ വലിയ അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോകാം. പക്ഷേ മഴ ഓൾറെഡി പെയ്യുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇവിടെ ചെറുതായിട്ട് മഴ ചേർത്ത് തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പോവുക. സദ്യക്കുള്ള ക്ഷീണം, എന്നാലും രാത്രിയായി നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, വീഡിയോ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് പൂക്കളം ഇല്ല എന്നുള്ള സത്യം പറഞ്ഞാൽ അത്തം തൊട്ട് ഞാൻ വിചാരിക്കുന്ന കേട്ടോ ഇവിടെ പൂക്കളം കാണാൻ വരണമെന്ന്. പക്ഷേ പലവിധ കാരണങ്ങളാൽ എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വിചാരത്തിൽ ഈ ഓണത്തിൻ്റെ അന്നായിരിക്കും വലിയ പൂക്കളം എന്നായിരുന്നു കേട്ടോ എൻ്റെ വിചാരം. എനിക്കിത് അറിയില്ലായിരുന്നു സത്യത്തിൽ. പക്ഷേ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഉത്രാടം വരെയാണ് അവിടെ പൂക്കളം ഉള്ളത്. നമുക്കത് പോകാൻ പറ്റിയില്ല, എനിക്ക് മിസ്സായി സത്യം പറഞ്ഞാൽ. അടുത്ത വർഷം എന്തായാലും ഞാനൊരു ദിവസം അവിടെ പോകുന്നുള്ളത് ഞാൻ അന്നേ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെയൊക്കെ നേരെ ചമയ പ്രദർശനം കാണാൻ പോയി കേട്ടോ. ഇതിലേക്കും വൈകുന്നേരം ആയി സത്യത്തിൽ. ഞങ്ങൾ ചമയ പ്രദർശനം കാണാൻ ഞാനും ലീയയും ജീപ്പത്തിനും ചേട്ടയും കൂടെ ഒക്കെ പോയത്. സുത്തുവിനെ ഞങ്ങൾ മമ്മിയുടെ ഒക്കെ പോയി കൊടുത്തിട്ട് അവർ വീട്ടിലേക്ക് പോയി മടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിത് ചമയ പ്രദർശനം കാണാൻ പോയി. പുലികളി തിങ്കളാഴ്ച പുലികളിയായിരുന്നു, ഓണം കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച പുലികളിയായിരുന്നു. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു ഇതായിട്ട് ചമയ പ്രദർശനം അവിടെ സാധനങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമുക്ക് പുലികളിയുടെ അന്ന് ഒന്നും അത്ര ഇങ്ങനെ ക്ലിയറായിട്ട് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ അതൊക്കെ കണ്ട് റൗണ്ടൊക്കെ കറങ്ങി ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കൊല്ലത്തെ ഓണം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളിതേ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. അവരൊക്കെ ഓൾറെഡി വീട്ടിൽ പോയി. ഞങ്ങൾ ഞങ്ങൾ 4 പേരും കൂടെ ഒന്നുകൂടെ കറങ്ങാൻ ചമയ പ്രദർശനം കാണാൻ വേണ്ടിയൊക്കെ നിന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.